മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു ശ്രീലങ്കൻ കഥയാണ്. കഥയുടെ പേര് മോചിതയുടെ സാക്ഷികൾ. ഈ കഥ എഴുതിയിരിക്കുന്നത് നിരാഗി. അപ്പോൾ സമയം പുലർച്ചെ 4 മണിയായിരിക്കണം. താൻ പാട്ടത്തിനടുത്തിരിക്കുന്ന ചൂരൽ കസേരയിലാണ് കിടക്കുന്നതെന്ന വിധം തൻ്റെ വയർ നക്കിക്കൊണ്ടിരിക്കുന്ന ഡിക്കിര ജയതിലകയുടെ വരവിനെ മണം പിടിച്ചതുപോലെ തല ഉയർത്തി നോക്കി ശബ്ദമുണ്ടാക്കാതെ മുഖം പിന്നിലേക്ക് വലിച്ചു. പൊടുന്നനെ നിലത്തേക്ക് ചാടി സൂര്യ നമസ്കാരത്തിലെ ഏതോ ഒരു മുദ്ര നടിച്ചു കാണിക്കുന്നത് പോലെ ശരീരത്തെ മുന്നോട്ടും പിന്നോട്ടും വളച്ച് അലസത കുടഞ്ഞു കളഞ്ഞ് അയാളുടെ പിന്നാലെ ഓടിച്ചെന്നു. ജയതിലക നടന്നു ചെലവേ എന്തോ ഒന്ന് കത്തിക്കരിയുന്നതിൻ്റെ രൂക്ഷഗന്ധം വമിക്കുന്നതായി തോന്നിയതിനാൽ പലതവണ തൻ്റെ മൂക്ക് സങ്കോചിപ്പിച്ചുകൊണ്ട് മണം പിടിച്ചു നോക്കി. അയാൾ അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ അയാളുടെ അമ്മ ജോലിയിൽ മുഴുകിയിരുന്നു. തൻ്റെ നേരെ മുതുക് തിരിച്ചിരിക്കുന്ന അമ്മയുടെ തലയ്ക്ക് മീതെ അയാൾ എത്തി നോക്കി. വേവിച്ച കടലകൾ നിറച്ച വലിയൊരു പാത്രം തൻ്റെ അരികിൽ വെച്ചുകൊണ്ട് അമ്മ കടലയുടെ തൊലി കളയുന്നത് അയാൾ കണ്ടു. തൊട്ടടുത്ത് തൊലി കളഞ്ഞ കടലകൾ നിറച്ച വലിയൊരു ചട്ടിയും പൊളിച്ച തൊലികളിട്ട ഒരു മൺകലവും ഉണ്ടായിരുന്നു. എന്താണിത്? ജയതിലകയുടെ ശബ്ദം കേട്ടിട്ടും തിരിഞ്ഞു നോക്കാത്ത അമ്മ ഒരു കടല ഞെരടി അതിനെ ചട്ടിയിലും തൊലി കലത്തിലുമിട്ടു. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ചോദിക്കുന്നത്. സത്തെല്ലാം കിടക്കുന്നത് തൊലിയിലല്ലേ? എന്നാലും ബുദ്ധ സന്യാസിമാർക്ക് ഈ പരിക്കൻ തൊലികൾ നൽകുന്നത് ശരിയല്ലല്ലോ. തൊലി കളഞ്ഞാൽ കാണാൻ ഭംഗിയും മഞ്ഞയായും കിടക്കും. പകൽദാനത്തിന് വേവിച്ച കടലയാണോ? അല്ലല്ല, ഇത് കറിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കടൽ തൊലി അവർ തട്ടിക്കളഞ്ഞു. കവളത്ത് ചിരിയുമായി ഫിൽറ്ററിനടുത്തേക്ക് ചെന്ന ജയതിലക അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഒറ്റയിറക്കിൽ തന്നെ പകുതി കുടിച്ചു തീർത്തു. താഴെ കിടന്നിരുന്ന കടൽത്തൊലി നിറച്ച കലത്തെ മണം പിടിച്ചു നോക്കിയ ഡിക്കിര തൻ്റെ പ്രതീക്ഷ അസ്ഥാനത്താണെന്ന് മനസ്സിലാക്കി. ഇനിയും എത്ര കടലകൾ ബാക്കി കിടപ്പുണ്ട്? എല്ലാത്തിൻ്റെയും തൊലി കളയാൻ പറ്റുമോ? അതെല്ലാം പറ്റും. ഇപ്പോൾ തന്നെ പകുതി തൊലി കളഞ്ഞുവല്ലോ. ചവറ്റുകുട്ടയിലെ മാലിന്യങ്ങൾ തലേന്ന് രാത്രിയിൽ കളയാതിരുന്നത് കണ്ട ജയതിലക അത് കയ്യിലെടുത്തുകൊണ്ട് വാതിലിനടുത്തേക്ക് ചെന്ന് പുറത്തേക്ക് വയ്ക്കാൻ നോക്കി. അമ്മ ഉടനെ തന്നെ തൻ്റെ ജോലി നിർത്തിവെച്ച് അങ്ങോട്ട് നോക്കി. അതൊന്നും പുറത്തേക്ക് വെക്കണ്ട. ആ പ്രസവിക്കാൻ കിടക്കുന്ന പട്ടി ഇടയ്ക്കിടെ വീടിന് ചുറ്റും അലയുന്നുണ്ട്. ഇവിടെ നിന്ന് തിന്ന് ശീലിച്ചാൽ പിന്നീട് ഇവിടെ തന്നെ പ്രസവിക്കാൻ നോക്കും. നേരം പുലരുമ്പോൾ മറ്റ് മാലിന്യങ്ങൾക്കൊപ്പം ഇതിനെയും കുഴിച്ചു മൂടണം. വീണ്ടും കിടപ്പ് മുറിയിലേക്ക് ചെന്ന ജയതിലക കൊതുക് വലയ്ക്കുള്ളിൽ കയറി ചാഞ്ഞുകിടന്നു. ആ കത്തിക്കരിഞ്ഞ ഗന്ധം ഇപ്പോൾ വർദ്ധിക്കുന്നതായി തോന്നി. അതുകൂടാതെ ഒരു നായ്ക്കൂട്ടം ഉച്ചത്തിൽ കുരയ്ക്കാനും തുടങ്ങിയിരിക്കുന്നു. അയാൾ തൻ്റെ ഭാര്യയുടെ തോളിൽ തട്ടി. ദേ, എണീറ്റില്ലേ? നേരമിപ്പോൾ 4 മണിയായി. സുവർണ തൻ്റെ മുട്ടുകാലുകൾ മടക്കി വെച്ച് ആകൃതിയിൽ ചുരുണ്ടുകിടന്നു. എഴുന്നേറ്റാൽ നല്ലത്. അന്നദാനം തയ്യാറാക്കാനുണ്ടല്ലോ. നോക്ക്, അമ്മ അവിടെ കടല വേവിച്ചെടുത്ത് ഉറക്കവും വെടിഞ്ഞ് തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് കടലത്തൊലി കളയുന്നത്? സുവർണ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു. വേലുവനയിലെ ഹാമുദ്രുവിൻ്റെ തിരുവായകൾക്ക് തൊലിയുള്ള കടലകൾ വിഴുങ്ങാൻ കഷ്ടമാണത്രേ. കിലോ കണക്കിന് തൊലി കളയാനിരുന്നാൽ ഇന്ന് അന്നദാനത്തിന് പോയത് തന്നെ. സുവർണ അലസമായി എഴുന്നേറ്റ് ഗൗൺ എടുത്ത് നൈറ്റിയുടെ മേലെയിട്ടു. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴേ മണി 12 കഴിഞ്ഞിരുന്നു. കട്ട്ലേറ്റിനുള്ള ഉണ്ടയെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഇതെന്താ ഒരു നാറ്റം? എനിക്കറിയില്ല, വെളിയിൽ നിന്നാണ് വരുന്നത്. സുവർണ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ തന്നെ ഡിക്കിരയുടെ മോങ്ങൽ കേട്ടു. നിശ്ചയമായും അതിൻ്റെ കാലോ വാലോ സുവർണയുടെ കാലിനടിയിൽ പെട്ടിരിക്കാമെന്ന് ജയതിലക കരുതി. ഛി, ശനിയൻ! പോകുന്നേ വരുന്നേ വഴിയില്ലാതെ കിടക്കാൻ ഇതിന് വേറൊരു സ്ഥലം കാണില്ല. ജയതിലക വിചാരിച്ചത് ശരിയാണെന്ന് സുവർണയുടെ ആക്രോശം തന്നെ തീർച്ചപ്പെടുത്തി.
എന്തോ കത്തിക്കരിഞ്ഞ നാറ്റം തുടർന്നും വന്നുകൊണ്ടേയിരുന്നു. നായ്ക്കളുടെ കുരയും അതേ അളവിൽ ഉച്ചത്തിൽ തന്നെയായിരുന്നു. അത് തൊട്ടപ്പുറത്തെ തോട്ടത്തിലെ ആശ്രമ ഭാഗത്തു നിന്നാണ് വരുന്നത്. ജയതിലക എഴുന്നേറ്റ് വരാന്തയിലേക്ക് ചെന്ന് അവിടെ പ്രകാശിച്ചുകൊണ്ടിരുന്ന വൈദ്യുത വിളക്കണച്ചു. ആശ്രമഭാഗത്തെ കിളിവാതിലിൻ്റെ തിരശ്ശീല നീക്കി എത്തി നോക്കി. ആശ്രമമുറ്റത്ത് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീജ്വാല അയാൾ കണ്ടു. ചില നായ്ക്കൾ അതിനെ നോക്കി ഓടി ഓടി കുരയ്ക്കുന്നത് തീ വെളിച്ചത്തിൽ വ്യക്തമായി കാണാമായിരുന്നു. ജനാലയുടെ അടുത്തുനിന്ന് മാറി കതക് തുറന്നുകൊണ്ട് വെളിയിലേക്ക് വന്ന ജയതിലകയുടെ മൂക്ക് കത്തിക്കരിഞ്ഞതിൻ്റെ രൂക്ഷഗന്ധം സഹിക്കാൻ കഴിയാതെ നന്നായി സങ്കോചിച്ചു. കരിഞ്ഞ നാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ നിന്നാണെന്ന് വേലിക്കരികിലേക്ക് ചെന്ന് എത്തി നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഈ അതിരാവിലെ ഈ സമയത്ത് തീ എരിഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് നോക്കിക്കൊണ്ട് നായ്ക്കൾ ഉച്ചത്തിൽ കുരയ്ക്കുന്നതും അവിടെ നിന്ന് വരുന്ന രൂക്ഷമായ നാറ്റവും ഒരുമിച്ച് ജയതിലകയുടെ മനസ്സിൽ അസാധാരണമായൊരു അനുഭവവും ആശ്ചര്യവും സൃഷ്ടിച്ചു. വേലിക്കമ്പികൾ താഴ്ത്തി അയാൾ തിടുക്കത്തിൽ തൻ്റെ വലതുകാലെടുത്തു വച്ചു. എന്നാൽ മറ്റേ കാലെടുത്തു വയ്ക്കുന്നതിന് മുമ്പ് അയാൾ ഒന്നാലോചിച്ചു. അമ്മയുടെ പറച്ചിലോർത്തപ്പോൾ ആദ്യം വെച്ച കാലെടുത്ത് പിന്നിലേക്ക് വലിച്ചു. താൻ പോകുന്നത് സദുദ്ദേശത്തോടു കൂടെയാണെങ്കിലും ആശ്രമത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഇപ്പോഴും യുവത്വം വിട്ടുമാറാത്ത ഒരു ഭിക്ഷുണിയമ്മയാണ്. അതിനാൽ അവിടെ പോകുന്നതിന് മുമ്പ് വീട്ടുകാരെ അറിയിച്ച് ചെല്ലുന്നതാണ് തനിക്ക് നല്ലത്. അതിനാൽ തന്നെ തൻ്റെ വീട്ടടുക്കളയുടെ ഭാഗത്തേക്ക് ചെന്ന അയാൾ അടുക്കളയുടെ ജനാലയിൽ മുട്ടി. അവിടെ തൻ്റെ അമ്മയും ഭാര്യയും ഉണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു. ആരാ? ഞാനാണ്. ആശ്രമഭാഗത്ത് വലിയൊരു തീഗോളം എരിയുന്നുണ്ട്. നായ്ക്കൂട്ടം ചുറ്റും ഓടുന്നുമുണ്ട്. അവിടെ നിന്നാണ് നാറ്റം വരുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അയാൾ അവസാന വാചകം പോകുന്ന പോക്കിൽ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നു. അടുക്കള വാതിൽ തുറക്കുന്ന ശബ്ദം വേലി കടക്കുമ്പോൾ ജയതിലകയുടെ കാതിൽ വീണു. ആശ്രമം ഇരുട്ടിൽ മുങ്ങിക്കിടന്നിരുന്നു. തീക്കൂനയെ നോക്കി ഉറക്കെ കുരച്ചുകൊണ്ട് ഓടുന്ന നായ്ക്കൾ ജയതിലകയെ കണ്ട് ഭയന്നോടാതെ തങ്ങളുടെ പാട്ടിന് ജോലി തുടർന്നുകൊണ്ടിരുന്നു. കടകട എന്ന് ശബ്ദമുണ്ടാക്കി കത്തി ജ്വലിക്കുന്ന തീനാളങ്ങൾക്കുള്ളിൽ ചമ്രമടിഞ്ഞിരിക്കുന്ന നിലയിൽ ഒരു മനുഷ്യരൂപം കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറം കാഴ്ചയിൽ ജയതിലക തിരിച്ചറിഞ്ഞു. ആശ്രമത്തിൽ തനിച്ച് താമസിച്ചിരുന്ന ഭിക്ഷുണിയമ്മ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അന്വേഷണത്തിൽ ജയതിലക പ്രധാന സാക്ഷിയായി മാറിയത് അങ്ങനെയാണ്. ഭിക്ഷുണിയമ്മയുടെ പകുതി കത്തിയമർന്ന ശരീരത്തെ പലകകളുടെ മീതെ വെച്ച് ഒരു കാവ്യ വസ്ത്രത്താൽ പുതപ്പിച്ച് ആശ്രമമുറ്റത്ത് വെച്ചിരുന്നു. രാവിലെ ഏകദേശം 6:30 മണിയോടെ അവിടെ വന്ന മരണാന്വേഷണ ഉദ്യോഗസ്ഥനും സബ് ഇൻസ്പെക്ടറും മറ്റ് 2 കോൺസ്റ്റബിൾമാരും അന്വേഷണം ആരംഭിച്ചു. ഭിക്ഷുണിയമ്മ തീ കൊളുത്തിയിടത്ത് ഒരു മണ്ണെണ്ണ കുപ്പിയോ തീപ്പെട്ടിയോ തീ കൊളുത്താനുള്ള യാതൊരു വസ്തുവോ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു മരണത്തെക്കുറിച്ച് തുടക്കത്തിൽ തന്നെ സംശയമുണ്ടാകാനുള്ള കാരണം. അന്വേഷണ സംഘം ആശ്രമത്തിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം പരിശോധിച്ച് ലഭിച്ച എല്ലാറ്റിനെയും പട്ടികപ്പെടുത്തി. ഒരു കട്ടിൽ, ഒരു മേശ, നിറം മങ്ങിയ 1-2 കാവ്യവസ്ത്രങ്ങൾ തൂങ്ങിക്കിടക്കുന്ന തൂക്കുകൊളുത്ത്, കസേര എന്നിവയൊഴിച്ച് മറ്റ് വീട്ടുപകരണങ്ങളൊന്നും അവിടെയില്ലായിരുന്നു. 2-3 ചട്ടികൾ, കലങ്ങൾ, മുളക് പൊടിയും പഞ്ചസാരയും ചായപ്പൊടിയും ഇട്ടുവച്ചിരിക്കുന്ന 2-3 ഡബ്ബകൾ, ഒരു ചെറിയ കത്തി, 2 കുടങ്ങൾ എന്നിവ അടുക്കളയിലുണ്ടായിരുന്നു. പുതിയൊരു ഗ്യാസ് അടുപ്പ് പെട്ടി പൊളിക്കാതെ അവിടെ സിമൻ്റ് തിണ്ണയിൽ കിടപ്പുണ്ടായിരുന്നു. കിടപ്പറയിലുണ്ടായിരുന്ന മേശയുടെ ഒരു ഭാഗത്ത് ഭിക്ഷുണിയമ്മയുടെ പുസ്തകങ്ങൾ അടുക്കി വച്ചിരുന്നു. ബുദ്ധവിഹാരങ്ങളിൽ ചൊല്ലുന്ന പാലി ഭാഷയിലുള്ള കാവൽ സൂക്തങ്ങളടങ്ങിയ മഹാപിരാത പുസ്തകം, ജാതക കഥകൾ, പരിനിർവാണം പ്രാപിച്ച മഹാന്മാരുടെ പാതയിലൂടെ എന്ന പുസ്തകം, ശ്രീബുദ്ധൻ്റെ കാലത്ത് ജീവിച്ച ബുദ്ധഭിഷ്ടികളുടെ ലൗകിക ജീവിതത്തെക്കുറിച്ചും സന്യാസ ജീവിതത്തെക്കുറിച്ചുമുള്ള കാവ്യാവിഷ്കാരങ്ങൾ എന്നിവ അവിടെ കാണപ്പെട്ടു. ഇതിൽ ഭിക്ഷുണിമാരുടെ പാട്ടുകൾ എന്ന പുസ്തകം മേശയുടെ നടുക്ക് ഒറ്റയ്ക്ക് കിടന്നിരുന്നു. അത് മറിച്ചു നോക്കിയ സബ് ഇൻസ്പെക്ടർക്ക് അന്വേഷണത്തിലെ നിർണായകമായതും പ്രധാനപ്പെട്ടതുമായ ഒരു സൂചന ലഭിച്ചു. അതായത് തൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ലെന്ന് എഴുതിയിട്ടുള്ള ഒരു കടലാസായിരുന്നു അത്.
ഭിക്ഷുണിയമ്മയുടെ അവസാന കുറിപ്പിൻ്റെ സ്പർശത്തെ അതുവരെ വഹിച്ചിരുന്ന 2 കസാരകളിൽ ഒന്നിനു മീതെ കിടന്നിരുന്ന പാട്ടുകളിൽ സബ് ഇൻസ്പെക്ടറുടെ കണ്ണുകൾ പതിഞ്ഞു. അത് ഇങ്ങനെയായിരുന്നു: മോചിതയായിരിക്കുന്നു. മോചിതയായി ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. ത്രിമലത്തിൽ നിന്ന് ഞാൻ മോചിതയായിരിക്കുന്നു. നാണം കെട്ട ഭർത്താവിൽ നിന്നും, ഉരുളിൽ നിന്നും, മുള കൊണ്ട് മെടയുന്നതിൽ നിന്നും മോചിതയായിരിക്കുന്നു. നീർക്കോലിയുടെ ദുർഗന്ധം വീശുന്ന പാത്രങ്ങളിൽ നിന്നും ഞാൻ മോചിതയായിരിക്കുന്നു. ശ്രേഷ്ഠമായി തന്നെ ഞാൻ മോചിതയായിരിക്കുന്നു. സർ, ഇതാ ഭിക്ഷുണിയമ്മയുടെ തിരിച്ചറിയൽ കാർഡ്. പാട്ടിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് അത് കയ്യിലെടുത്ത സബ് ഇൻസ്പെക്ടർ അതിലെ ഫോട്ടോയെ തന്നെ ആദ്യം നോക്കി. അതിനുശേഷം ഭിക്ഷുണിയമ്മ സുന്ദരിയാണ് എന്ന ആലോചനയുമായി അമ്മയുടെ പേരും നാടും നോക്കി. അതിൽ നിലവക്കെ സുമംഗള എന്ന് എഴുതിയിരുന്നു. ഭിക്ഷുണിയമ്മ എഴുതി വച്ചിരിക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ശരിക്കും തിരഞ്ഞു നോക്കൂ. ഈ കുറിപ്പിലുള്ളത് അവരുടെ കയ്യെഴുത്ത് തന്നെയാണോ എന്ന് കൃത്യമായി പരിശോധിക്കണം. പുസ്തകത്താളുകൾക്ക് നടുവിലുണ്ടായിരുന്ന കുറിപ്പ് വളരെ ശ്രദ്ധയോടെ കോൺസ്റ്റബിൾമാരെ ഏൽപ്പിച്ച സബ് ഇൻസ്പെക്ടറുടെ കണ്ണുകൾ വീണ്ടും പാട്ടിലേക്ക് തന്നെ തിരിഞ്ഞു. അതിലെ മോചിതയായി ഞാൻ, മോചിതയായി ഞാൻ, ശ്രേഷ്ഠമായി തന്നെ മോചിതയായി ഞാൻ എന്ന ഹൃദയസ്പർശിയായ പാട്ടുവരി സബ് ഇൻസ്പെക്ടറുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗ്രാമവിഹാരത്തിലെ ഉച്ചഭാഷിണി കരകരത്തു. അത് കഴിഞ്ഞ് സ്ഥിരമായി അതിൽ നിന്നൊലിക്കുന്ന പിരിത് വചനത്തിന് പകരമായി ശക്തി പട്ടാന എന്ന ബൗദ്ധ ശ്ലോകത്തിൻ്റെ ദുഃഖസാന്ദ്രമായ വചനം കാറ്റിൽ കലർന്നു. ഭിക്ഷുണിയമ്മയുടെ അകാല മരണത്തെ കണ്ട ആദ്യ വ്യക്തി എന്ന നിലയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത യാദൃശ്ചിക സംഭവം കാരണം ഭയപ്പാടോടെ കഴിഞ്ഞിരുന്ന ജയത്തിലേക്ക് വളരെ ആശ്വാസം പകരുന്നതായിരുന്നു അവരുടെ അവസാനത്തെ കത്ത് ലഭിച്ചെന്ന വിവരം. എന്നാലും ഭിക്ഷുണിയമ്മ എങ്ങനെയാണ് സ്വന്തം ശരീരത്തിൽ തീ കൊളുത്തിയതെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിരുന്നില്ല. നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട സാക്ഷി വിസ്താരം ആശ്രമമുറ്റത്തു വച്ച് തന്നെ അരങ്ങേറി. ജയതിലകയുടെ വീട്ടിൽ നിന്ന് ഒരു ടീപ്പോയും കുറച്ച് കസാരകളും ആശ്രമമുറ്റത്ത് കൊണ്ടുവന്നു വെച്ചു. അവിടെ നിന്ന് മൊഴിയെടുക്കാൻ തുടങ്ങി. ആദ്യത്തെ സാക്ഷിയുടെ മൊഴി: നിങ്ങളുടെ മുഴുവൻ പേരെന്താണ്? വത്കുംപുറെ നിലമേലെ കെത്തരെ ജയതിലക വത്കുംപുറ. ജോലി? അധ്യാപകനാണ്. അടുത്തിടെ റിട്ടയറായി. എത്ര മണിക്കാണ് നിങ്ങൾ സംഭവം കണ്ടത്? പുലർച്ചെ 4 മണിയായി കാണും. അത്ര രാവിലെ എഴുന്നേറ്റത് എങ്ങനെയാണ്? എപ്പോഴും അന്നേരത്ത് തന്നെയാണോ ഉണരാറുള്ളത്? അല്ല, ഇന്ന് വീട്ടിലെല്ലാവരും പുലർച്ചെ തന്നെ എഴുന്നേറ്റു. ഇന്ന് വിഹാരത്തിലേക്കുള്ള അന്നദാനം തയ്യാറാക്കാൻ നേരത്തെ തന്നെ എഴുന്നേൽക്കേണ്ടതായി വന്നു. ഞങ്ങൾ ഗ്രാമവാസികളെല്ലാവരും ചേർന്ന് വേലിവനി വിഹാരത്തിലേക്ക് പകൽ അന്നദാനം എടുത്തുകൊണ്ടു പോകുന്ന ദിവസമാണിന്ന്. മിക്കവാറും എല്ലാ വീട്ടുകാരും തങ്ങളെ കൊണ്ടാവും വിധത്തിലുള്ള ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അതിനാൽ അതിരാവിലെ തന്നെ എഴുന്നേറ്റു. ഒരുപക്ഷേ വേലിവനി വിഹാരത്തിൽ അന്നദാന കർമ്മം നിർവഹിക്കാനുള്ള അവസരം ലഭിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. മരണാന്വേഷണ ഉദ്യോഗസ്ഥൻ കോൺസ്റ്റബിൾമാരെ നോക്കി പറഞ്ഞു. 1 വർഷത്തേക്ക് ഇപ്പോൾ തന്നെ ബുക്കിംഗ് ആയിത്രേ. എഴുന്നേറ്റ് കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ കത്തിക്കരിഞ്ഞതിൻ്റെ നാറ്റമടിക്കുന്നതായി തോന്നി. തുടർച്ചയായി നായ്ക്കളും കുരച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കിളിവാതിലൂടെ നോക്കിയപ്പോൾ ആശ്രമമുറ്റത്ത് വലിയൊരു തീഗോളം കത്തുന്നത് ഞാൻ കണ്ടു. എനിക്കെന്തോ അതല്പം വ്യത്യസ്തമായി തോന്നി. അതിനാൽ ഞാൻ എൻ്റെ വീട്ടുകാരെയും അറിയിച്ച ശേഷം അങ്ങോട്ട് ചെന്നു. എൻ്റെ വീട്ടുകാരെയും അറിയിച്ച ശേഷം എന്നത് ജയതിലക അല്പം ഊന്നി തന്നെ പറഞ്ഞു. അപ്പോൾ ദേ ഈ സ്ഥലത്ത് ഒരു വലിയൊരു തീഗോളം കത്തുന്നു. നായ്ക്കൾ ദൂരെ മാറി ഒരുമിച്ച് കുരച്ചുകൊണ്ടേയിരിക്കുന്നു. നോക്കുമ്പോഴുണ്ട് കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭിക്ഷുണിയമ്മയാണെന്ന് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് തീയിലമർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് ഭിക്ഷുണിയമ്മയാണെന്ന് എങ്ങനെ മനസ്സിലായി? കൃത്യമായി അത് പറയാൻ എനിക്ക് അറിയില്ല. തീജ്വാലയ്ക്കുള്ള മനുഷ്യരൂപത്തെ വ്യക്തമായി അറിയാൻ കഴിഞ്ഞു. ചമ്മറം പടിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു ആ രൂപം. ഭിക്ഷുണിയമ്മ തന്നെയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വിചാരിക്കാൻ കാരണമെന്താണെന്ന് വിശദീകരിച്ച് പറയാൻ എനിക്കറിയില്ല. സംഭവം നടന്നത് ആശ്രമമുറ്റത്തായതിനാലും ആശ്രമത്തിൽ കഴിയുന്നത് ഭിക്ഷുണിയമ്മ മാത്രമായതിനാലും അങ്ങനെ തോന്നിയതായിരിക്കാം.
ആ സമയത്ത് ഭിക്ഷുണിയമ്മ അലറി വിളിക്കുകയോ പിടയുകയോ ഒന്നും ചെയ്തില്ലേ? അതാണ് വിചിത്രമായി തോന്നിയത്. ഞാൻ വന്നെത്തുന്നതിനിടയിൽ ജീവൻ പോയോ എന്നറിയില്ല. ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന നിലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ കത്തിയാളുമ്പോൾ പോലും ഹും എന്നൊരു ചെറിയൊരു അനക്കം പോലും ഉണ്ടായില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യമാണ് അനുഭവപ്പെടുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി. നായ കുരച്ചത് എന്തിനാണെന്ന് നോക്കാൻ മറ്റാരും വന്നില്ലേ? ആ നേരമായതുകൊണ്ട് ഞാൻ മാത്രമാണ് വന്നത്. എൻ്റെ ഭാര്യയും അമ്മയും വേലിക്കരികിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ വേഗം ഓടിച്ചെന്ന് നന്ദസേനയ്ക്ക് ഫോൺ ചെയ്തു. അത് കഴിഞ്ഞ് ചുറ്റുവട്ടത്തുള്ള മറ്റുള്ളവരോടും പറഞ്ഞു. അങ്ങനെ വന്നെത്തിയ ആളുകളെല്ലാം ചേർന്നാണ് തീയണച്ചത്. ആശ്രമത്തിൽ വെള്ളത്തിൻ്റെ ടാപ്പൊന്നുമില്ല. തോട്ടത്തിന് പിറകിലുള്ള കിണറ്റിൽ നിന്നാണ് ഭിക്ഷുണിയമ്മ പതിവായി വെള്ളമെടുക്കാറുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ ടാപ്പിൽ നിന്ന് വെള്ളമെടുത്തു കൊണ്ടുവരാൻ കുറച്ച് സമയമെടുത്തു. അതിനിടയിൽ ജീവൻ പോയി കാണും. തീ കൊളുത്താനുള്ള എന്തെങ്കിലും വസ്തു പരിസരത്ത് കണ്ടിരുന്നില്ലേ? കണ്ണിൽപ്പെടുന്ന ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, തീ കൊളുത്തിയത് എങ്ങനെയാണെന്ന്. ഈ ഭിക്ഷുണിയമ്മ ഇങ്ങോട്ട് വന്ന് കാലമെത്രയായി? ഏകദേശം 1 വർഷമായി കാണും. മുമ്പ് ഈ സ്ഥലം ഞങ്ങളുടെ നാട്ടുകാരനായ രണവീര സാറിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും കൊളംബോയിലാണ് ജോലി ചെയ്യുന്നത്. അടുത്തതായി വീട്ടിലെ മൂത്തവരായ 2 പേരും നാട്ടിലെ പാരമ്പര്യ ഭൂമി വിറ്റ് കൊളംബോയിലേക്ക് പോയി. എന്നാൽ ഈ സ്ഥലം വിറ്റില്ല. പരമ്പരാഗതമായി കുടുംബത്തിലെ എത്രയോ പേരെ മറവ് ചെയ്ത് ശവക്കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലമായതിനാലാണ് അത് വിൽക്കാഞ്ഞത്. പിന്നീട് ഈ ചെറിയ വീട് പണിത് ഭിക്ഷുണി അമ്മയ്ക്ക് സമർപ്പിച്ചു. ഏറെക്കാലമായി അവർക്ക് ബന്ധമുള്ള ഭിക്ഷുണി അമ്മയാണത്രേ ഇത്. ജയതിലക പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഒരു വാക്ക് പോലും വിട്ടുകളയാതെ എഴുതാനായി മരണാന്വേഷണ ഉദ്യോഗസ്ഥനും കോൺസ്റ്റബിൾമാരും നന്നായി പരിശ്രമിച്ചു. ഇതിനിടയിൽ പരിസരത്ത് കൂടിയിരുന്ന ആളുകൾ പറയുന്ന കഥകൾ ജയതിലകയുടെ കാതുകളിൽ വീണു. തീ കൊളുത്തി മരിച്ചതാണോ അതോ കൊന്നതിന് ശേഷം തീ കൊളുത്തിയതാണോ എന്നറിയില്ല. ഇങ്ങനെ തന്നെയാണല്ലോ ചിലരെ കൊന്ന് തൂക്കിലേറ്റി എന്നൊക്കെ പറയുന്നത്. തൂങ്ങി മരിച്ചതെന്നപോലെ കാണിക്കാനായി. ബലാത്സംഗം ചെയ്യാനായി വന്ന് കൊന്നുതള്ളിയോ എന്നറിയില്ല. മോഷ്ടിക്കാനാണെങ്കിൽ അവർക്ക് സ്വത്തുവകളൊന്നുമില്ലല്ലോ. മോചിതയായി ഞാൻ ശ്രേഷ്ഠമായി തന്നെ മോചിതയായി ഞാൻ എന്ന വരികൾ താളത്തോടെ മനസ്സിൽ മീട്ടിക്കൊണ്ടിരുന്ന സബ് ഇൻസ്പെക്ടറുടെ ക്ഷമ കെട്ടു. നോക്കൂ, വായിൽ തോന്നിയ അപവാദ കഥകൾ പറഞ്ഞ് പരത്താതിരിക്കാമോ? ഇനി അല്പനേരത്തിനുള്ളിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മരണകാരണം എന്താണെന്നറിയാമല്ലോ. സബ് ഇൻസ്പെക്ടർ ശബ്ദമുയർത്തി. ജയതിലക തിരിഞ്ഞു നോക്കി. സംഭവസ്ഥലത്തിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്ന മഞ്ഞ പോളിത്തീൻ നാടയ്ക്കപ്പുറത്തായി പരിചിത മുഖങ്ങൾ കൂടാതെ അപരിചിത മുഖങ്ങളും മത്സരിച്ച് തമാശ കണ്ടുകൊണ്ടിരിക്കുന്നു. നാട്ടുകാർ വെലുവേനെ വിഹാരത്തിലെ അന്നദാനം പോലും മറന്ന പോലെയുണ്ടായിരുന്നു. തീ കൊളുത്തി മരിച്ചോ, കൊന്നു തീ കൊളുത്തിയോ, ബലാത്സംഗം ചെയ്തോ, പദ്ധതി പാളിപ്പോയോ എന്ന തരത്തിലുള്ള പലവിധം ചോദ്യങ്ങൾ അവരുടെ മുഖങ്ങളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പോലെ ജയതിലകയ്ക്ക് തോന്നി. ഭിക്ഷുണിയമ്മ സ്വയം എത്ര തന്നെ ബദ്ധശ്രദ്ധയോടെ ശാന്തമായി നടന്നാൽ പോലും അവരെയും കവച്ചുവെച്ച് അവരുടെ നടത്തത്തിൽ ഒരു ഇളം പെണ്ണിൻ്റേതായ ആകർഷകത്വം ദൃശ്യമായിരുന്നത് നാട്ടിലെ ചെറുപ്പക്കാർ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. കവലയിൽ നിന്ന് ആശ്രമം ലക്ഷ്യമാക്കി അവർ എഴുന്നള്ളിയ ദിവസങ്ങളിൽ ആ പെണ്ണുടലിൻ്റെ തുടുപ്പും വശ്യതയും കട്ടിയുള്ള കാവ്യവസ്ത്രത്തെയും താണ്ടി വെളിപ്പെട്ട സൗന്ദര്യത്തെ മാനസികമായി ആസ്വദിച്ചുകൊണ്ട് അവരിൽ നിന്ന് അല്പം ദൂരെ മാറി ഉല്ലാസഭരിതനായി മെല്ലെ മെല്ലെ സൈക്കിളും ചവിട്ടി ജയതിലകയും പോയിരുന്നു. ഫോറൻസിക് പരിശോധനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ പരിശോധനയിൽ താൻ ചെയ്തതും അതിൽ നിന്ന് താൻ കണ്ടെത്തിയ ആനന്ദവും വെളിവാകുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. ഇനിയും ചില പയ്യന്മാർ ദിവസം തോറും വൈകുന്നേരങ്ങളിൽ ആശ്രമത്തിന് മുന്നിലൂടെ സൈക്കിളിൽ കറങ്ങും. ആശ്രമം കണ്ണിൽപ്പെടുന്ന ദൂരത്തെത്തുമ്പോൾ സൈക്കിളിൻ്റെ വേഗത ആശ്ചര്യപ്പെടുന്ന വേഗത്തിൽ കുറയും. ഭിക്ഷുണി അമ്മയുടെ ചർമ്മനിറം 2ആയി പിളർന്ന താമരക്കിഴങ്ങിൻ്റെ നിറത്തോട് സാമ്യമുള്ളതാണ് എന്ന് പറഞ്ഞത് അതിലൊരുവനായ സമനാണ്. അവനിലും ആ ആനന്ദഭയം പ്രത്യക്ഷപ്പെട്ടതിനാൽ പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്നും തെന്നി നീങ്ങി. കോൺസ്റ്റബിൾ, ആ ആളുകളെ പറഞ്ഞയക്കൂ,
ആവശ്യമുള്ളവരെ മാത്രം അവിടെ നിർത്തിയാൽ മതി. യോഗക്ഷേമ സംഘത്തിൻ്റെ തലവനായ കരുണദാസ കോൺസ്റ്റബിളിനെ മറികടന്നു. ഈ പെണ്ണുങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് നല്ലതല്ലേ? അന്നദാനത്തിനുള്ള ഭക്ഷണം പാചകം ചെയ്യാനുള്ളതാണല്ലോ. 9 മണിയോട് കൂടിയെങ്കിലും പുറപ്പെടണം. അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയാതെ വരും. ഭിക്ഷുണിയമ്മ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എവിടെയാണ് ഉണ്ടായിരുന്നത്? കേകാല ഭാഗത്തു നിന്നാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അവർക്കുള്ള ദാനമെല്ലാം നാട്ടുകാർ തന്നെ നൽകിയോ? വിഹാരത്തിലേക്ക് നൽകുന്നത് പോലെ ഗ്രാമത്തിലങ്ങനെ മുറപ്രകാരം ഈ അമ്മയ്ക്ക് ദാനമൊന്നും കൊടുക്കാറില്ല. ചിലപ്പോഴൊക്കെ നൽകും. കുറച്ചു കാലം പാത്രവുമായി ഭിക്ഷയാചിച്ചു വരും. തനിക്ക് ആവശ്യമായ ഭക്ഷണം അമ്മ തന്നെ പാചകം ചെയ്തിരുന്നതാണെന്ന് തോന്നുന്നു. വിറക് പെറുക്കുന്നതും ചീര ഇറുക്കുന്നതും അടുക്കള ഭാഗത്ത് പുക ഉയരുന്നതും ഇടയ്ക്കിടെ ഞാൻ കണ്ടിട്ടുണ്ട്. വിറകടുപ്പിൽ പാചകം ചെയ്യേണ്ട ആവശ്യമെന്താണ്? അകത്തൊരു ഗ്യാസ് അടുപ്പ് ഇരിക്കുന്നത് കണ്ടല്ലോ. പോലീസ് ഉദ്യോഗസ്ഥൻ കോൺസ്റ്റബിൾമാരെ നോക്കി ചോദിച്ചു. അതിന് പാക്കിംഗ് തന്നെ അഴിച്ചിട്ടില്ലല്ലോ. കൂടാതെ അടുപ്പുണ്ടായിട്ട് എന്ത് കാര്യം? സിലിണ്ടറില്ലല്ലോ സാർ. ആ ഗ്യാസ് അടുപ്പ് ദാനമായി ലഭിച്ചതാണ്. 1 മാസം മുമ്പ് തൊട്ടടുത്ത ഗ്രാമത്തിൽ 2 വേദികളിലായി ബേണ പരിപാടി ഉണ്ടായിരുന്നു. ഈ ഭിക്ഷുണിയമ്മയും മറ്റൊരു ഭിക്ഷുണിയമ്മയും ചേർന്നാണ് അത് നടത്തിയത്. 2 പേർക്കും സംഭാവനയായി ഗ്യാസ് അടുപ്പാണ് നൽകിയത്. മിസ്റ്റർ, നിങ്ങളും ഈ അമ്മയ്ക്ക് എന്തെങ്കിലും നൽകിയിരുന്നോ? അതെ, ഞങ്ങളെല്ലാ വർഷവും അച്ഛൻ്റെ ഓർമ്മനാളിൽ വിഹാരത്തിലേക്ക് സംഭാവന നൽകും. ഇപ്രാവശ്യം ഞങ്ങൾ വിഹാരത്തിലേക്ക് സംഭാവന നൽകുന്നതിന് മുമ്പ് ഈ അമ്മയ്ക്കും കൊടുത്തിരുന്നു. പ്രത്യേക ചടങ്ങ് നടക്കുമ്പോഴല്ലാതെ സംഭാവനയൊന്നും നൽകിയിരുന്നില്ലേ? തൊട്ടടുത്ത പറമ്പിലാണല്ലോ. നല്ലതും കെട്ടതും അന്വേഷിക്കാൻ ചെന്നിട്ടില്ലേ? സാധാരണയായി അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു. ഭിക്ഷാപാത്രവുമായി വരുന്ന സമയത്ത് എന്തെങ്കിലും നൽകുമായിരുന്നു. ജീവൻ വെടിയാൻ മാത്രം എന്തെങ്കിലും കാരണമുണ്ടെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നും ഊഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ പോലും അവരുടെ പേരും നാടും അറിയുമെന്നല്ലാതെ മറ്റ് വ്യക്തിപരമായ വിവരങ്ങളൊന്നും അറിയുന്നില്ല. ഇതല്ലാതെ മറ്റെന്തെങ്കിലും വിവരം പറയാനുണ്ടോ? ജയതിലക ചിന്തയിലാണ്ടു. ഇവിടെ പറയണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഒരു രഹസ്യ വിവരം ജയതിലകയ്ക്ക് അറിയാം. ഒരു പ്രാവശ്യം 10ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ തിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിലവകെ പ്രദേശത്ത് നിന്ന് വന്ന ഒരു അധ്യാപകൻ അയാളുടെ സംഘത്തിലുണ്ടായിരുന്നു. ഭിക്ഷുണിയമ്മ ഈ നാട്ടിൽ താമസമാക്കാൻ തുടങ്ങിയ സമയമായിരുന്നു അത്. ആ അധ്യാപകനുമായി സുഖവിവരം പങ്കിടുമ്പോൾ നിലവകയിൽ നിന്ന് ഒരു ഭിക്ഷുണിയമ്മ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് ആശ്രമത്തിൽ തങ്ങുന്നുണ്ടെന്ന കാര്യം യാദൃശ്ചികമായി പറഞ്ഞിരുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന ആ അധ്യാപകൻ ജീവിതത്തിൽ വളരെ മോശമായ പല അനുഭവങ്ങളും നേരിടേണ്ടി വന്ന ഒരാളാണ് ഭിക്ഷുണിയമ്മ എന്ന് പറഞ്ഞിരുന്നു. നാട്ടിലെ നല്ലൊരു കുടുംബത്തിലെ ഇളയ മകളായ അവളെ കാമുകൻ ഗർഭിണിയാക്കി. അതറിഞ്ഞ കാമുകൻ അവരെ വിട്ട് ഓടിപ്പോയി. വീട്ടുകാരുടെ നിർബന്ധത്താൽ കുട്ടികളില്ലാത്ത ആർക്കോ നവജാത ശിശുവിനെ വളർത്താൻ കൊടുത്ത് അവർ സന്യാസം സ്വീകരിച്ചു. മാതാപിതാക്കളുടെ മരണശേഷം കുറച്ച് നാളുകൾക്കകം തന്നെ തൻ്റെ സഹോദരന്മാരുള്ള ബന്ധം വിച്ഛേദിച്ചു. ഈ വിവരങ്ങളെല്ലാം ജയതിലക തൻ്റെ ഭാര്യയോട് മാത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. തൻ്റെ അമ്മയോട് പോലും അയാൾ അക്കാര്യം പറഞ്ഞിട്ടില്ല. അതിന് കാരണം പൗർണമി ദിവസം നടക്കുന്ന ധർമ്മോപദേശങ്ങൾക്കൊപ്പം ഈ കഥയും ചർച്ച ചെയ്യപ്പെടുമെന്ന് അയാൾക്കറിയാവുന്നതുകൊണ്ടായിരുന്നു. അതെല്ലാം താൻ പറഞ്ഞില്ലെങ്കിൽ കൂടി ഭിക്ഷുണിയമ്മയുടെ മരണകാരണം അടിമുതൽ മുടിവരെ അന്വേഷിക്കാൻ പോകുന്ന സംഘം ഇന്നോ നാളെയോ കേവാല ആശ്രമത്തിൽ ചെന്ന് പിന്നീട് അവിടെ നിന്ന് നിലവകയിലേക്ക് പോയി എല്ലാം ആരാഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളുമെന്ന് ജയതിലക കരുതി. ഒന്നും ഓർമ്മയിൽ വരുന്നില്ലേ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. 2ാമത്തെ വ്യക്തിയുടെ സാക്ഷിവിസ്താരം. പേരെന്താണ്? സോലിംഗ ആരായ് ചിങ്കെ കരുണദാസ. വിഹാരത്തിലെ യോഗക്ഷേമ സംഘത്തിൻ്റെ തലവനല്ലേ? അതെ സാർ. ഭിക്ഷുണിയമ്മ തീ കൊളുത്തിയെന്ന കാര്യം എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വിഹാരത്തിലേക്കുള്ള അന്നദാനം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നന്ദസേനയുടെ ഫോൺ വന്നു. അയാളാണ് ഈ കാര്യം എന്നോട് പറഞ്ഞത്. അപ്പോൾ നായ കുരയ്ക്കുന്ന ശബ്ദമൊന്നും കേട്ടില്ലേ? കത്തിക്കരിഞ്ഞതിൻ്റെ മണമടിച്ചില്ലേ? നായ കുരയ്ക്കുന്നത് കേട്ടിരുന്നു. എന്നാലും ഞങ്ങളത് കാര്യമാക്കിയില്ല.
ചില നായ്ക്കൾ തെങ്ങിൽ നിന്നൊരു തേങ്ങ വീണാൽ പോലും കുരയ്ക്കാറുണ്ടല്ലോ. പക്ഷേ കത്തിക്കരിഞ്ഞ മണം അടിച്ചിരുന്നില്ല. ഞങ്ങളാണെങ്കിൽ കുറച്ച് ദൂരത്തുമാണല്ലോ. ഈ ഭിക്ഷുണിയമ്മയ്ക്ക് നാട്ടുകാരുമായി എത്തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്? ഏകദേശം 1 വർഷക്കാലമായല്ലോ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. വിഹാരവുമായുള്ളതുപോലെ വളരെ അടുത്ത ബന്ധം നാട്ടുകാർക്ക് ആശ്രമവുമായി ഉണ്ടായിരുന്നില്ല സാർ. ചില സ്ത്രീകൾ വെറുതെ സഹായിക്കാനായി പോയി വന്നിരുന്നു. സ്ത്രീകളുടെ അടുത്തു നിന്നുള്ള എന്തെങ്കിലും സഹായം അമ്മയ്ക്ക് വേണ്ടി വരുമായിരുന്നുവല്ലോ. എന്നാൽ ഗ്രാമത്തിന് പുറത്തുനിന്ന് ധർമ്മോപദേശം നടത്തുന്നതിനായി ഭിക്ഷുക്കളെ ആനയിക്കുകയും വിഹാരത്തിലെ എല്ലാ പരിപാടികളിലും മുടങ്ങാതെ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഭിക്ഷുണിയമ്മയ്ക്ക് ഈ നാടുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാൻ നിങ്ങളെല്ലാവരും ശ്രമമൊന്നും നടത്തിയില്ലേ? ചെയ്തിരുന്നു സാർ. എന്നാൽ അതൊന്നും നേരാവണ്ണം നടന്നില്ല. എന്തുകൊണ്ട്? സാർ, ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ പേര് കൊടവല്ലത്ത എന്നാണ്. ആ സ്ഥലത്ത് ഏകദേശം 12 കുടുംബങ്ങൾ കഴിയുന്നു. ഞങ്ങൾക്കായി തന്നെ ഒരു പ്രത്യേക യോഗക്ഷേമ സംഘവുമുണ്ട്. ഞാനാണ് അതിൻ്റെ തലവൻ. വർഷത്തിൽ 1-2 തവണ ആ സംഘം എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യും. ഈ അമ്മ ഇവിടെ പുതിയതായി വന്ന സമയത്ത് 10 ഭിക്ഷുണിമാരെ ക്ഷണിച്ച് ദാനം നൽകാമെന്നൊരഭിപ്രായം ഞാൻ മുന്നിൽ വെച്ചു. എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭിക്ഷുണി അമ്മയുമായി സംസാരിച്ചപ്പോൾ 9 ഭിക്ഷുണിമാരെ താൻ തന്നെ ക്ഷണിക്കാമെന്ന് അമ്മ പറഞ്ഞു. ദാനമായി വസ്തുക്കളൊന്നും നൽകാതെ അതിന് ചെലവാകുന്ന പണം പൂജയ്ക്കുള്ള വഴിപാടായി തന്നാൽ മതിയെന്നും പറഞ്ഞിരുന്നു. അതെന്തുകൊണ്ടാണ്? മിക്കവാറും പൂജയ്ക്കുള്ള വഴിപാടായി ലഭിക്കുന്നത് യാതൊരു പ്രയോജനവുമില്ലാത്ത വസ്തുക്കളായിരിക്കും. അത് വിറ്റ് കാശാക്കാൻ നോക്കിയാൽ വെറും 2 തുട്ട് പണമായിരിക്കും ലഭിക്കുക. എന്നാൽ കാശായി ലഭിച്ചാൽ തങ്ങൾക്ക് വേണ്ട അവശ്യവസ്തുക്കൾ വാങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. പോലീസ് അധികാരികൾ ആ വിവരങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചു കേട്ട് തലയനക്കിയ രീതി കണ്ട കരുണദാസ അത്യന്തം പ്രാധാന്യമുള്ള വിവരങ്ങളാണ് താൻ നൽകുന്നതെന്ന് കരുതി സംതൃപ്തി അടഞ്ഞു. എന്നാൽ ഭിക്ഷുണിയമ്മ അന്ന് തന്നോട് അക്കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ആത്മാഭിമാനം ആളിക്കത്തുന്നുണ്ടായിരുന്ന കാര്യം കരുണദാസയ്ക്ക് മനസ്സിലായിരുന്നില്ല. അടുത്തത് ഞാൻ കണക്കുകൂട്ടി നോക്കിയപ്പോൾ ഒരാൾ വഴിപാടായി 1000 രൂപയെങ്കിലും നൽകിയാലും മറ്റ് ചെലവുകളെല്ലാം ചേർത്ത് 25,000 രൂപ വേണ്ടിവരും. അതായത് ഒരു കുടുംബം 2,000 രൂപയെങ്കിലും ചെലവഴിക്കേണ്ടതായി വരും. അതേക്കുറിച്ച് ഞാൻ സംഘത്തിൽ പറഞ്ഞപ്പോൾ വഴിപാടിനുള്ള പണം അധികമാണെന്ന് പറഞ്ഞ് ചിലർ എതിർത്തു. എല്ലാവരുടെയും സമ്മതമില്ലെങ്കിൽ ഇങ്ങനൊരു പുണ്യകർമ്മം ചെയ്യുക സാധ്യമല്ലല്ലോ. അതോടെ ആ വിഷയം അങ്ങനെ തന്നെ നിലച്ചു. അങ്ങനെയാണെങ്കിൽ അമ്മ ഈ നാടുമായി അടുത്ത ബന്ധം വെച്ച് പുലർത്തിയിരുന്നില്ല അല്ലേ? അങ്ങനെ പറയാനും പറ്റില്ല. ആ ഗൊനെപ്പോലെ സാറിൻ്റെ കുടുംബസംഭവമാണ് ഇടയിൽ കയറി വന്നത്. അതെന്താണ്? ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഗൊനെപ്പോലെ സാറിന് നാട്ടിലെ വ്യവഹാരവുമായി അല്പം തർക്കമുണ്ട്. ഏകദേശം 10 മാസം മുമ്പ് ആ സാർ മരിച്ചുപോയി. വിഹാരത്തിലെ മഹാഭിക്ഷു യാതൊരു വെറുപ്പും കാട്ടാതെ അന്ത്യച്ചടങ്ങുകൾക്കായി വന്നു ചേർന്നു. എന്നാലും വീട്ടുകാർ പഴയ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് 7ാം നാളിലെ ദാനം നൽകാതിരുന്നു. ഈ പ്രദേശത്തെ ആളുകൾ 7ാം നാളിലെ ദാനം വീട്ടിൽ വെച്ച് നൽകില്ല. വിഹാരത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് പതിവ്. കൂടാതെ ആ വീട്ടുകാർ ഈ ഭിക്ഷുണിയമ്മയുമായി സംസാരിച്ച് ആ ദാനം ഈ ആശ്രമത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. ആശ്രമത്തിന് പുറത്തുള്ള മറ്റ് 9 ഭിക്ഷുണിയമ്മമാരെയും ഈ അമ്മ തന്നെ ക്ഷണിച്ചു വരുത്തി. നാട്ടുകാരിൽ ഒരു വിഭാഗം ഇതിനെതിരെ രംഗത്തെത്തി. ദാനം കൊടുക്കുന്ന പരിപാടിയിലും അവർ പങ്കെടുത്തില്ല. പിന്നീട് മഹാഭിക്ഷു ഈ അമ്മയെ വിഹാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി മുന്നറിയിപ്പ് നൽകി. മഹാഭിക്ഷു അവർകൾ പറഞ്ഞ വാക്കുകൾ കരുണാദാസിയുടെ ഹൃദയത്തിൽ മുഴങ്ങി. അന്ന് ആ സമയത്ത് കരുണാദാസിയും യോഗക്ഷേമ സംഘത്തിലെ അംഗങ്ങളും വനിതാ സംഘാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ബേണ പ്രഭാഷണം നടത്തിയും ധ്യാനിച്ചും കൊണ്ട് നാട്ടിൽ കഴിയുകയാണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ ഈ നാട്ടിലെ മതചടങ്ങുകൾ നടത്താൻ നിനക്ക് അവകാശമില്ല. സ്തൂപമുണ്ടാക്കി അരയാൽ നട്ടുകൊണ്ട് മതചടങ്ങുകളിൽ മൂക്ക് കയറ്റാനുള്ള ഇടം നൽകാൻ പറ്റില്ല എന്ന് രണവീര സാറിനോട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. ആ സന്ദർഭത്തിലാണ് ഭിക്ഷുണി അമ്മയുടെ ഹൃദയം കത്തിക്കരിഞ്ഞതെന്ന് അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ മനസ്സിലാക്കിയിരുന്നില്ല.
നമ്മൾ വിഹാരത്തിലെ മഹാഭിക്ഷുവിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. പോകുന്ന വഴിയിൽ വിഹാരത്തിൽ കയറാം. എന്ത് കാരണത്താലാണ് തീ കൊളുത്തി കൊന്നതെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? അയ്യോ സാർ, ഞങ്ങൾക്കത് ഓർത്തു നോക്കാൻ പോലും പറ്റുന്നില്ല. കാവ്യ ഉടുപ്പണിഞ്ഞ നിലയിലുള്ള ഒരാളെ ആരെങ്കിലും തീ കൊളുത്തുമോ? ഈ അന്വേഷണത്തിൽ പ്രയോജനപ്പെട്ടേക്കാവുന്ന അമ്മയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും വിവരം അറിയാമോ? അയ്യോ, അങ്ങനെ പറയാൻ തക്കവണ്ണം എനിക്കൊന്നും അറിയില്ല. ഹാ, എന്താ? ഈ ഭിക്ഷുണിയമ്മ മറ്റ് അമ്മമാരിൽ നിന്ന് വ്യത്യസ്തമായി രാത്രിയിലും ഭക്ഷണം കഴിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് സുഖമില്ലായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു അത്രേ. അതുകൊണ്ടായിരുന്നു രാത്രിയും ഭക്ഷിച്ചിരുന്നത്. ആരാണ് പറഞ്ഞത്? എന്നോട് എൻ്റെ ഭാര്യയാണ് പറഞ്ഞത്. മാല എന്നൊരു സ്ത്രീയുണ്ട്. അവർ ആശ്രമത്തിൽ പോയി വരാറുണ്ട്. എൻ്റെ ഭാര്യയോട് അവരാണ് പറഞ്ഞത്. ആ സ്ത്രീ ഇപ്പോഴിവിടെ ഉണ്ടോ? ഇല്ല സാർ, അന്നദാനം തയ്യാറാക്കാനായി എൻ്റെ വീട്ടിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞയച്ച് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തൂ. അവർക്കെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരിക്കും. മാല എന്നു പേരുള്ള ആ സ്ത്രീ അവിടെ എത്താൻ 10-15 നിമിഷങ്ങളെടുത്തു. മെഡിക്കൽ ഓഫീസർ സ്ഥലത്തെത്താൻ കുറച്ച് സമയമെടുക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേട്ടു. ഈ ആശയക്കുഴപ്പങ്ങൾ മൂലം അന്നദാന പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോകുമോ എന്ന ആശങ്കയിലായിരുന്നു യോഗക്ഷേമ സംഘത്തലവൻ കരുണദാസ. ഒടുവിൽ കരുണദാസ, നന്ദസേന, ജയതിലക എന്നീ 3 പേർ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. വിശദാംശങ്ങൾ അറിയാവുന്ന 4-5 പേർ അന്നദാനം എടുത്തുകൊണ്ടു പോകാനുള്ള നടപടിക്രമങ്ങൾക്കായി 8 മണിക്ക് പോകണമെന്നും അന്നദാനം കൊണ്ടുപോകുന്ന നാട്ടുകാർ 9 മണിക്ക് പുറപ്പെടണമെന്നും സന്ദേശമയച്ചു. അതേക്കുറിച്ച് അന്വേഷണ സംഘത്തിനും വിവരം നൽകി. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം സമയമുണ്ടെങ്കിൽ നമ്മൾ 3 പേരും എൻ്റെ വാഹനത്തിൽ അങ്ങോട്ട് പോകാം. അന്നദാനം കഴിച്ചു തീരുന്നതിന് മുമ്പ് അവിടെ എത്തിയാൽ മതിയല്ലോ, ജയതിലക പറഞ്ഞു. 3ാമത്തെ വ്യക്തിയുടെ സാക്ഷിവിസ്താരം. മുഴുവൻ പേര് പറയൂ. രൺപട്ടി തേവകെ ഹേമമാല. ഹേമമാല, നീ ഇടയ്ക്കിടെ ആശ്രമത്തിലേക്ക് വന്നു പോകുമായിരുന്നോ? ഇടയ്ക്കിടെ ആശ്രമത്തിലേക്ക് വന്നു പോകാറുണ്ടായിരുന്നു സാർ. അത്തരമൊരു നല്ല ബന്ധമുണ്ടായത് എങ്ങനെയാണ്? എന്നാണ് ആദ്യമായി പോയത്? രണവീര സാറിൻ്റെ വീട്ടുകാർ ഈ ആശ്രമം പണിത് ഭിക്ഷുണി അമ്മയ്ക്ക് പൂജാ വഴിപാടായി നൽകിയതാണല്ലോ. അമ്മ ആദ്യമായി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പോയിരുന്നു. വേറൊന്നിനുമായിരുന്നില്ല ചെന്ത്. മറ്റൊരു നാട്ടിൽ നിന്നും ഒരാൾ വന്നിരിക്കുന്നു. അതും ഒരു ഭിക്ഷുണിയമ്മയാണല്ലോ വന്നിരിക്കുന്നത്. അമ്മ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു കഴിഞ്ഞിരുന്നത്? കേഗാല എന്നാണ് പറഞ്ഞത്. എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? അവിടുത്തെ ആശ്രമത്തിൽ ആളുകൾ കൂടുതലാണത്രേ. വേണാപ്രഭാഷണം നടത്താനും ധ്യാനിക്കാനും ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞിരുന്നു. രണവീര കുടുംബം ദാനം നൽകാൻ ആശ്രമത്തിൽ പോകുമായിരുന്നു. രണവീര സാറിൻ്റെ ഭാര്യയും കേഗാലയിൽ നിന്നാണല്ലോ. അവിടെയുള്ള പരിചയവും സൗഹൃദവുമാണ് ഇവിടെ ഒരു ആശ്രമം പണിത് പൂജാ വഴിപാടായി നൽകാൻ ഇടയാക്കിയതെന്ന് പറഞ്ഞിരുന്നു. എന്തിനാണവർ ഭിക്ഷുണിയായതെന്നറിയാമോ? എത്രാമത്തെ വയസ്സിലാണെന്നും? ചെറുപ്രായത്തിൽ തന്നെ ഭിക്ഷുണിയായിരുന്നില്ലത്രേ. സന്യാസം സ്വീകരിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരം കൗമാരത്തിലാണെന്നാണ് പറഞ്ഞത്. ആ നാട്ടിൽ നിന്ന് അവരെ കാണാൻ ആരെങ്കിലും വന്നു പോയിരുന്നോ? അങ്ങനെ വന്നു പോകാൻ അവർക്ക് ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അമ്മയോ അച്ഛനോ അങ്ങനെ ആരും. സഹോദരി സഹോദരന്മാരുണ്ടെങ്കിലും അവരുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. ചോദിച്ചിരുന്നില്ലേ? ചോദിക്കാതിരുന്നിട്ടില്ല, ചോദിച്ചിരുന്നു താനും. എന്നാൽ അത് പറയാൻ അവർ അത്ര താല്പര്യം കാണിച്ചില്ല. പിന്നീട് ഞാൻ ആവർത്തിച്ച് ചോദിച്ചതുമില്ല. അമ്മ സ്വന്തമായാണോ ഭക്ഷണം പാകം ചെയ്തിരുന്നത്? മിക്കവാറും അങ്ങനെ തന്നെയായിരുന്നു. ഭിക്ഷാപാത്രവുമായി നടന്നിരുന്നെന്ന് കേട്ടു. അത് ശരിയാണോ? രാവിലെ അങ്ങനെ പോകുമായിരുന്നു. പിന്നീട് അത് നിർത്തിക്കളഞ്ഞു. എല്ലാവരും ആഹാരം കൊടുക്കില്ലല്ലോ. ചന്ദനത്തിരി പാക്കറ്റ്, മെഴുകുതിരി പാക്കറ്റ്, സോപ്പ് എന്നിങ്ങനെയുള്ള വസ്തുക്കളായിരിക്കുമല്ലോ പലരും കൊടുത്തിട്ടുണ്ടാവുക. അനാവശ്യമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അമ്മയ്ക്കുണ്ടായിരുന്നുവോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? തേരിഗാഥ എന്ന ഭിക്ഷുണികളുടെ പാട്ട് വായിച്ച സമയം തൊട്ട് മോചിതയായി ഞാൻ, മോചിതയായി ഞാൻ, ശ്രേഷ്ഠമായി തന്നെ മോചിതയായി ഞാൻ
എന്ന വരികൾ തൻ്റെ മനസ്സിലിട്ട് തന്നെ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്ന സബ് ഇൻസ്പെക്ടറാണ് ആ ചോദ്യം ചോദിച്ചത്. ഹേമമാലയിൽ നിന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചില്ല. എന്നാലും അവരുടെ മൗനം തൻ്റെ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരമെന്ന് കരുതാൻ സാധ്യമല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. തൻ്റെ ചോദ്യം അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് അവരുടെ മുഖത്തു നിന്ന് തന്നെ ഗ്രഹിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് അതിനുള്ള കാരണം. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഭാഗത്തുള്ള ആൺപിള്ളേരുടെ ശല്യം ഉണ്ടായിരുന്നു എന്നാണ്. സന്യാസം സ്വീകരിച്ചിരുന്നാലും കാണാൻ അവർ അല്പം സുന്ദരിയായിരുന്നുവല്ലോ, കൂടാതെ തനിച്ചുമായിരുന്നുവല്ലോ. ബുദ്ധരേ, അയ്യയ്യോ, എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല സാർ. അങ്ങനെയുള്ള യാതൊരു കഥയും ഒരിക്കലും എവിടെയും ഞാൻ കേട്ടിട്ടില്ല. ബുദ്ധനാണ് സത്യം. ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാനായി കോൺസ്റ്റബിൾമാർക്ക് സൂചന നൽകിയ സബ് ഇൻസ്പെക്ടറുടെ മനസ്സിൽ മോചിതയായി ഞാൻ, മോചിതയായി ഞാൻ, ശ്രേഷ്ഠമായി തന്നെ മോചിതയായി ഞാൻ എന്ന വരികൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് ഹിതകരമല്ലെങ്കിൽ ഭിക്ഷുണിയമ്മയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം നീണ്ടുപോകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ചോദ്യങ്ങൾക്ക് ചെവി കൊടുത്തുകൊണ്ടിരുന്ന ജയതിലകയ്ക്ക് മനസ്സിലായി. സത്യത്തിൽ നാട്ടിലെ ആണുങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ എന്നോർത്ത് അയാൾ ചിന്താകുലനായി. ഇതുവരെ അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ചോ രീതികളെക്കുറിച്ചോ അറിയാത്ത തൻ്റെ ഉള്ളിൽ പോലും അവരോട് ഒരാകർഷണം വളരാൻ കാരണം കാവ്യവസ്ത്രം കൊണ്ട് മറച്ചുവെക്കാൻ സാധിക്കാത്ത അവരുടെ അംഗലാവണ്യമാണെന്ന് ജയതിലക കരുതി. മിക്കപ്പോഴും വീടിൻ്റെ മുൻവശത്തെ വരാന്തയിലെ കസാരയിൽ ചാരിയിരുന്നു കൊണ്ട് പുസ്തകം വായിക്കുന്നത് ജയതിലകയുടെ ശീലമായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഭിക്ഷുണിയമ്മ കണ്ണെത്തും ദൂരത്ത് വെളിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജയതിലകയുടെ ഭാര്യ സുവർണ അയാളുടെ മുന്നിലൂടെ നടക്കുന്നതും പതിവായിരുന്നു. അമ്മയെ ആദ്യമായി കണ്ട നിമിഷത്തിൽ തങ്കം പോലെ വിളങ്ങുന്ന അവരുടെ നിറം വർണ്ണിക്കാൻ സുലുംഗവിത്ത താവത്ത എന്ന ഇതിഹാസ ഗ്രന്ഥത്തിലുള്ള പൊന്നൊളി ചർമ്മം എന്ന പ്രയോഗമാണ് അയാളുടെ ഓർമ്മയിൽ വന്നത്. അന്ന് അയാൾ തൻ്റെ പുസ്തക അലമാരിയിൽ നിന്ന് ധർമ്മപ്രദീപ ഗ്രന്ഥത്തെ തേടിയെടുത്ത് പൊടി തൂത്തുകളഞ്ഞ് തുറന്ന് അതിൽ കടന്നു വരുന്ന കുമാരൻ്റെയും കുമാരിയുടെയും പ്രണയാതുരമായ ആലിംഗന രംഗത്തിൻ്റെ വർണ്ണന ആവർത്തിച്ച് വായിച്ചിരുന്നു. അമ്മയെക്കുറിച്ച് നാട്ടുകാർക്കിടയിലുള്ള അഭിപ്രായം എന്തായിരുന്നു? മാല ആലോചിച്ചു നോക്കി. ഉടനെ അവളുടെ മനസ്സിൽ ഒരുതരം ദേഷ്യമുടലെടുത്തു. ഇങ്ങോട്ട് വന്ന് പോലീസുകാരോട് മൊഴി നൽകണമെന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ കരുണദാസിയുടെ ഭാര്യ മനസ്സിൽ കടന്നുവരുന്ന എല്ലാതും ചൊരിയാതെ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി എന്നും നാടിൻ്റെ മാനത്തെ രക്ഷിക്കണമെന്നും പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ പറയേണ്ടതായ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഏകാഗ്രമാക്കാനായി അവർക്ക് അല്പം സമയം വേണ്ടിവന്നു. എന്നാൽ പറയേണ്ടതായ കാര്യങ്ങൾക്ക് പകരം പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു അവരുടെ മനസ്സിൽ കറങ്ങിത്തിരിഞ്ഞത്. ആശ്രമത്തിൽ പൈപ്പ് വെള്ളമില്ലാത്തതിനാൽ തോട്ടത്തിൻ്റെ പിറകുവശത്തെ കിണറ്റിൽ നിന്നാണ് അമ്മ വെള്ളമെടുത്തിരുന്നത്. ആ സ്ഥലത്തിൻ്റെ പിറകുവശം അല്പം ഇറക്കമായിരുന്നതിനാൽ ദിവസവും വെള്ളമെടുത്ത് കൊണ്ടുവരാനായി ചെരുവിറങ്ങേണ്ടതും വെള്ളം നിറച്ച കുടവുമായി കയറ്റം കയറേണ്ടതുമായ അവസ്ഥയുണ്ടായിരുന്നു. ഒരു വരൾച്ചാക്കാലത്ത് നാട്ടിലെ ശവസംസ്കാര സഹായ സംഘത്തിൻ്റെ കാര്യദർശിയുടെ കിണറ്റിലെ ജലനിരപ്പ് വളരെ താഴ്ന്നു പോയതിനാൽ അവിടെ സ്ഥാപിച്ചിരുന്ന സാധാരണ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വെള്ളമെടുത്തിരുന്നത് നിർത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം ശക്തിയായി ജലം വലിച്ചെടുക്കുന്ന പുതുപുത്തനൊരു പമ്പ് വാങ്ങിക്കുകയുണ്ടായി. അവിടെ നിന്ന് മാറ്റിയ പഴയ മോട്ടോർ പമ്പ് ചെറിയ വിലയ്ക്ക് വിൽക്കാമെന്ന് കരുതി ഒരു മൂലയിൽ വെച്ചിരുന്നു. പിന്നീട് അതിനെ ആശ്രമത്തിലേക്ക് ഉപഹാരമായി നൽകാമെന്നും ഒരു വെള്ളത്തൊട്ടി നിർമ്മിച്ചു കൊടുക്കാമെന്നും കാര്യദർശിയും മറ്റു ചിലരും തീരുമാനിച്ചു. എന്നാൽ കാര്യദർശിയുടെ അമ്മായിയച്ഛൻ എതിർത്തതിനാൽ ആ വിഷയം ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഒരു പ്രാവശ്യം ബോയ ദിനത്തിൽ പഞ്ചശീലം അനുഷ്ഠിക്കാനായി ആ അമ്മായിയച്ഛൻ വിഹാരത്തിലേക്ക് ചെന്നപ്പോൾ കണ്ണിന് കുളിരായും ചന്തമായും തോന്നിപ്പിക്കുന്ന പെണ്ണുങ്ങൾ കാവ്യവസ്ത്രം ധരിച്ച ഉടനെ പുരുഷന്മാർക്ക് പുണ്യകർമ്മം ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹം വന്നു ചേരും എന്ന് കുത്തുവാക്ക് പറഞ്ഞിരുന്നു. മാല തന്നെയാണ് ആ കുത്തുവാക്കിനെക്കുറിച്ച് അമ്മയോട് വന്ന് പറഞ്ഞത്. അത് കേട്ടതും അമ്മ ഒന്നും മുരിയാടാതെ ഒന്ന് പുഞ്ചിരിച്ചു. തൻ്റെ അപമാനബോധത്തെ തന്നെ കത്തിച്ച് ചാമ്പലാക്കാൻ തക്കവണ്ണം ഒരു വലിയ തീക്കനൽ ശബ്ദമില്ലാത്ത ചിരിയിലൂടെ അവർ അണയ്ക്കുകയായിരുന്നു. ആ കാര്യം മാല അറിഞ്ഞില്ല. എന്നാൽ തൻ്റെ ഭർത്താവിനോട് അവർ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചപ്പോൾ അയ്യോ പാവം,
അത് കേട്ട് അമ്മയുടെ ഹൃദയം പിടഞ്ഞിരിക്കും എന്ന് പറയുന്നതിലൂടെ അവർക്കും അമ്മയ്ക്കും പൊതുവായുള്ള സ്ത്രീത്വത്തിൻ്റെ വികാരമായിരിക്കാം അവർ പ്രകടിപ്പിച്ചത്. എനിക്കറിയില്ല സാർ, എന്നോട് ആരും മോശമായി പറഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങോട്ട് വരാറുള്ളപ്പോഴൊക്കെ സഹായം എന്തെങ്കിലും ചെയ്തു കൊടുക്കുമായിരുന്നു. ഞാനിവിടെ വരുമ്പോഴൊക്കെ അടിച്ചു വാരി കൊടുക്കുമായിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയും കൊടുത്തിരുന്നു. ദാനം നൽകാനും പുണ്യകർമ്മം ചെയ്യാനും ഞങ്ങളുടെ കയ്യിൽ കാശും പണവുമൊന്നുമില്ലല്ലോ. അതിനാൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുത്ത് പുണ്യം നേടണം, ശരിയല്ലേ? അതുകൂടാതെ പോകെ പോകെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയും മോശമായിരുന്നുവല്ലോ. അതെന്തുകൊണ്ടാണ്? അസുഖം എന്താണെന്ന് എനിക്കറിയില്ല. ഡോക്ടർമാർ കൂടുതൽ കഷ്ടപ്പെടരുതെന്നും ഉറക്കമിളയ്ക്കാൻ പാടില്ലെന്നും വിശ്രമിക്കണമെന്നും അമ്മയോട് പറഞ്ഞിരുന്നു അത്രേ. രാത്രി ഭക്ഷണം കഴിക്കാനും പറഞ്ഞിരുന്നോ? അതെ, രാത്രിയിൽ കുറച്ചെങ്കിലും ആഹാരം കഴിക്കാൻ പറഞ്ഞിരുന്നു. പാചകം ചെയ്ത് കഴിക്കാൻ എങ്ങനെയായിരുന്നു സാധനങ്ങൾ വാങ്ങിയിരുന്നത്? ചന്തയ്ക്ക് പോകുന്നേരം എന്നോട് പറഞ്ഞാൽ അരിയും മറ്റു സാധനങ്ങളും ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അതുപോലെ അടുത്ത ഗ്രാമത്തിൽ പച്ചക്കറികൾ കൊട്ടയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവളുടെ അടുത്ത് നിന്നും വാങ്ങുമായിരുന്നു. അവർ മറ്റെന്തെങ്കിലും സഹായം ചെയ്തു തരാൻ ആവശ്യപ്പെട്ടിരുന്നോ? അമ്മയ്ക്ക് ലഭിക്കുന്ന പൂജാവസ്തുക്കൾ വിറ്റ് കാശാക്കി നൽകാൻ പറയുമായിരുന്നു. അതെടുത്ത് കടയിൽ കൊടുത്ത് പണമാക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ എൻ്റെ മകൻ്റെ കൈവശം പരിചയമുള്ളൊരു കടക്കാരനെ കൊടുക്കാൻ ഏൽപ്പിച്ച് അത് വിറ്റ് കാശാക്കിയിരുന്നു. എന്തായിരുന്നു അമ്മയുടെ പ്രശ്നമെന്ന് നിങ്ങൾക്കറിയാമോ? അയ്യോ സാർ, അതിനെക്കുറിച്ചൊന്നും അവർ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അവരെ കാണാൻ വരുമായിരുന്നു എന്ത് നേരാണ്. എന്നാൽ ഒരിക്കലും അവർ തന്നെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല. ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ജീവിക്കാനുള്ള പണം എങ്ങനെയാണ് ലഭിച്ചിരുന്നത്? രണവീര സാറിൻ്റെ വീട്ടുകാരാണ് വൈദ്യുതി ബിൽ അടച്ചിരുന്നത്. മറ്റു കാര്യങ്ങളും അവർ തന്നെയാണ് നോക്കിയിരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ബേണ പരിപാടിക്ക് പോയാൽ പൂജാ വഴിപാടായി നൽകുന്ന പണവും പൂജയ്ക്ക് സംഭാവനയായി നൽകുന്ന വസ്തുക്കൾ വിറ്റുകിട്ടുന്ന തുച്ഛമായ കാശുമാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അവർക്ക് ചെലവിന് നൽകാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. നിങ്ങളോടവർ പണം എന്തെങ്കിലും ചോദിച്ചിരുന്നോ? എന്നോടോ? അയ്യോ ഇല്ലില്ല, ഒരിക്കലും ചോദിച്ചിട്ടില്ല. അന്നദാനം നൽകാനായി പോകുന്നവർ ഒരു വിധത്തിൽ 8 മണിയോടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു ചെന്നു. കരുണദാസ തൻ്റെ മൊബൈൽ ഫോണിലുള്ള നമ്പറുകളിലേക്ക് ഇടയ്ക്കിടെ വിളിച്ച് രണ്ടാം സംഘത്തെ എങ്ങനെയെങ്കിലും 9 മണിക്കുള്ളിൽ തന്നെ അയക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. മകനും വന്നിട്ടുണ്ട്. നന്ദസേന പറഞ്ഞതും തിരിഞ്ഞു നോക്കിയ ജലതിലക വേലി കടന്നോടി വരുന്ന തൻ്റെ മൂത്ത മകനെ കണ്ടു. അവൻ്റെ കയ്യിലൊരു ചൂരൽ കൊട്ടയും പ്ലാസ്റ്റിക് കണ്ടെയ്നറും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും അല്പ ചായ കിട്ടുമെന്ന് തോന്നുന്നു. മോചിതയായി ഞാൻ, ശ്രേഷ്ഠമായി തന്നെ മോചിതയായി ഞാൻ എന്ന ശബ്ദത്തിൽ നിന്ന് മുക്തനായ സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. ചൂടുവെള്ളക്കുപ്പിയും കപ്പും സോസറും ഉണ്ടായിരുന്ന കുട്ട ജയതിലകയുടെ കയ്യിലേൽപ്പിച്ച ചെറുപ്പക്കാരൻ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ടീപ്പോയുടെ മീതെ വെച്ചു. ആഹാരം എന്തെങ്കിലുമാണോ? അതെ, കട്ട്ലേറ്റ്. അന്നദാനത്തിനായി ചെയ്തതായിരിക്കുമല്ലേ? ഞങ്ങളിത് കഴിച്ച് എച്ചിലാക്കാൻ പാടുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചു. ദാനത്തിനായി കൊണ്ടുപോകുന്നത് പ്രത്യേകമായി മാറ്റിവെച്ചിട്ടുണ്ട്. പുലർച്ചെ ട്രെയിനിലാണോ മോനെ വന്നത്? അതെ അച്ഛാ. എന്താ, മകൻ വീട്ടിലല്ലേ ഉള്ളത്? അല്ല, അവൻ പേരഡനിയ ക്യാമ്പസിലാണ്, മെഡിസിന് പഠിക്കുന്നു. എത്രാമത്തെ വർഷമാണ്? ഇപ്പോൾ അവസാന വർഷമാണ്. അങ്ങനെയെങ്കിൽ ഇത് നോക്കി ഭിഷ്ണുയമ്മയുടെ അസുഖം എന്താണെന്ന് പറയാമോ? അമ്മയുടെ ക്ലിനിക് പുസ്തകം ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. അവനത് മറിച്ചു നോക്കി. അവർ കൃത്യമായി ക്ലിനിക്കിലേക്ക് പോയിരുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്. ഈ അവസാന 3-4 മാസവും പോയിട്ടില്ല. അസുഖം എന്താണ്? അനീമിയ, വിളർച്ചാ രോഗം. ആരംഭഘട്ടമല്ല, കുറേ കാലമായി. ശരിയായി ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതുമാത്രമാണോ? കൂടാതെ രക്തസമ്മർദ്ദവുമുണ്ട്. സപ്ലിമെൻറ്റും എഴുതി കൊടുത്തിട്ടുണ്ട്. തുടർന്നും കഴിക്കണമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെയ്തിരുന്നു എന്നറിയില്ല. ഭാവിയിലെ ഡോക്ടർ ക്ലിനിക് പുസ്തകം തിരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. സാധു എന്ന വലിയ ഭക്താരവം ഉയർന്നു പൊങ്ങി. സംഭവം നടന്ന സ്ഥലത്ത് പരിശോധനയിൽ മുഴുകിയിരുന്ന സംഘത്തിൻ്റെ ചെവികളിൽ അത് മുഴങ്ങി. അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി താൽക്കാലികമായി നിർത്തിവെച്ചു.
എല്ലാവരും പുറപ്പെട്ടെന്ന് തോന്നുന്നു. വേലുവനെ വിഹാരത്തിലേക്ക് ഭക്തരെ കയറ്റി ചെല്ലുന്ന ബസ് ഏതാനും നൊടികൾക്ക് ശേഷം ആശ്രമത്തിൽ വന്നു നിന്നു. നന്ദസേനയുടെയും ജയതിലകയുടെയും മറ്റ് ചിലരുടെയും കുടുംബങ്ങൾ അവിടെ നിന്നാണ് ബസ്സിൽ കയറിയത്. ബസ്സിനകത്തെ എല്ലാ കണ്ണുകളും ആശ്രമത്തിൻ്റെ നേരെ തന്നെ കുമിഞ്ഞുകൊണ്ടിരുന്നത് മുറ്റത്ത് നിൽക്കുന്ന എല്ലാവർക്കും നന്നായി മനസ്സിലായി. പുറപ്പെടുന്ന ബസ്സിലെ സംഘത്തിന് നേരെ കരുണദാസയും നന്ദസേനയും വീണ്ടും കൈവീശി കാണിച്ചു. ബസ് കൺമറഞ്ഞതും ജയതിലകയുടെ മനസ്സിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെട്ടു. നാട് മുഴുവനും ശൂന്യമായതുപോലൊരു തോന്നൽ. തൻ്റെ മൂത്ത മകൻ വന്ന് അമ്മയുടെ ക്ലിനിക് പുസ്തകം വായിച്ചു കഴിഞ്ഞതു മുതൽ ജയതിലകയുടെ മനസ്സിൽ പതിഞ്ഞ വ്യാകുലബോധം ആ ശൂന്യത കാരണം കൂടുതൽ രൂക്ഷമായി. ഇത്രയും കാലം ആശ്രമത്തിൽ പൂജാ വഴിപാടുകൾ നൽകിയിരുന്ന രണവീര സാറിൻ്റെ കുടുംബം അമ്മയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ടെന്നായിരുന്നു ജയതിലക കരുതിയിരുന്നത്. അങ്ങനെ നടന്നിരുന്നില്ല എന്ന കാര്യം മാലയുടെ മൊഴിയിൽ നിന്നും ക്ലിനിക്കിലെ പുസ്തകത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്നും അയാൾക്ക് വ്യക്തമായി. വിശപ്പിൻ്റെ തീയിൽ അമ്മ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നോർത്തപ്പോൾ തന്നെ അയാളിൽ ഒരു ഉൾക്കിടിലമുണ്ടായി. ആശ്രമമുറ്റത്തെ മാവിൻ്റെ ഒരു ചില്ലയിൽ ഇരിപ്പുറപ്പിച്ച ജയതിലകയുടെ മനക്കണ്ണിൽ അമ്മയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. മിക്കവാറും ദിവസങ്ങളിലും അയാൾ അമ്മയെ കണ്ടിരുന്നു. ചിലപ്പോൾ ബുദ്ധാരാധനയ്ക്കായി അമ്മ പൂക്കൾ പറിക്കുന്നുണ്ടായിരിക്കും. മറ്റു ചിലപ്പോൾ വിറക് പെറുക്കുന്നുണ്ടാവും. മറ്റേതെങ്കിലും സമയത്ത് ചീര ഇറക്കുന്നുണ്ടാവും. ചില നേരം കുടം ഇടുപ്പിൽ വെച്ച് വെള്ളം കൊണ്ടുവരുന്നുണ്ടാവും. ഇവിടെ നിന്ന് പത്രയ്ക്കെങ്കിലും പോകാനായില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ജോലിയുമില്ല. കരുണദാസയുടെ ശബ്ദമുയർന്നു വന്ന് ജയതിലകയുടെ ചിന്തയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി. ഭിക്ഷുണിയമ്മ ആത്മഹത്യ ചെയ്തതാണ് സ്ഥിരീകരിച്ചെങ്കിലും അവർ എങ്ങനെയാണ് തൻ്റെ ദേഹത്ത് തീ കൊളുത്തിയത് എന്ന കാര്യം ഇനിയും ചുരുളഴിയാത്ത നിഗൂഢതയാണ്. അമ്മയുടെ ആന്തരിക അവയവങ്ങളിൽ ഭൂരിഭാഗവും നേരത്തെ തന്നെ പൊള്ളലേറ്റിരുന്നുവെന്നും മറ്റു ചില അവയവങ്ങൾ നീണ്ട നാളുകളായി കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നുവെന്നും പുറത്തെ മാംസത്തിൽ മാത്രമാണ് അന്ന് പൊള്ളലേറ്റതെന്നും മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതുവരെ പുറത്തുവരാത്ത പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ അതിനി പുറത്തു വരുമോ എന്നും സംശയമുണ്ട്. മോചിതയുടെ സാക്ഷികൾ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.